നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ മേക്കപ്പ് ചെയ്യാനുള്ള കറക്റ്റ് ഓർഡേഴ്സ് അറിയില്ല എന്നാണോ? എന്നാൽ ഇന്ന് സ്റ്റാർട്ടിംഗ് ഫ്രം സ്കിൻ കെയർ, മേക്കപ്പ് കഴിഞ്ഞ് സെറ്റിംഗ് സ്പ്രേ അടിക്കുന്ന വരേക്കുള്ള എല്ലാ സ്റ്റെപ്പും ഞാൻ പറഞ്ഞിരുന്നായിരിക്കും. നോട്ട് ചെയ്തു. സ്റ്റാർട്ടിംഗ് ഫ്രം സ്കിൻ കെയർ, CTM, അതായത് ക്ലെൻസിങ് ടോണിംഗ് മോയ്സ്ചറൈസർ. പിന്നെ വേണ്ടത് സൺസ്ക്രീൻ മസ്റ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് പ്രൈമർ. നിങ്ങൾക്ക് ബേസ് മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ മേക്കപ്പ് റൂട്ടീനിൽ ഒരു പ്രൈമർ ഇൻക്ലൂഡ് ചെയ്യാം. തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് കളർ കറക്ഷൻ വന്നിട്ട് മൊത്തത്തിൽ 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്: യെല്ലോ, ഗ്രീൻ, പീച്ച്, ഓറഞ്ച്. ഇത് നിങ്ങളുടെ പിഗ്മെന്റേഷൻ, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ കറക്റ്റ് ചെയ്ത് ഒരു ഈവൻ സ്കിൻ ടോണിൽ പിഗ്മെന്റേഷൻ ഒക്കെ കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് കൺസീലർ ഓർ ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് ഒരു മിനിമൽ ആയിട്ടുള്ള ലുക്കാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസീലർ മാത്രം യൂസ് ചെയ്ത് ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസ്, പിഗ്മെന്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ കവർ ചെയ്യാം. നിങ്ങൾക്ക് ഹെവി മേക്കപ്പ് ലുക്ക്, അതായത് നിങ്ങൾക്ക് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ ഓപ്റ്റ് ചെയ്യുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വന്നിട്ട് ഐസ്. നിങ്ങൾ വാങ്ങുന്ന ഒരു ഐഷേഡോ പാലറ്റിൽ ഐബ്രോസിന് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ, ഒരു ഷിമ്മർ ഷെയ്ഡ്, ഒരു മാറ്റ് ഷെയ്ഡ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐബ്രോ പാലറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഐ മേക്കപ്പ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് കോണ്ടൂർ, ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ. നിങ്ങളുടെ ഫേസ് നല്ല കോണ്ടൂർഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കോണ്ടൂർ യൂസ് ചെയ്യുന്നതാണ്. ബ്ലഷ് വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര റോസി ഫിനിഷ് വേണമെങ്കിൽ ബ്ലഷ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ചീക്സിലൊക്കെ. ബ്ലഷ് യൂസ് ചെയ്തതിനു ശേഷം അതിന്റെ മേലിൽ ഹൈലൈറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്ലോയിങ് ആയിട്ടൊരു സ്കിന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മുടെ മേക്കപ്പ് ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കും. ലിപ്സ്റ്റിക്. നിങ്ങൾ ഇത്രയും മേക്കപ്പ് ചെയ്തത് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വന്ന് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ലിപ്സ്റ്റിക്. ഫൈനൽ സ്റ്റെപ്പ് വന്നിട്ട് സെറ്റിംഗ് സ്പ്രേ. നിങ്ങളുടെ മേക്കപ്പ് റിമൂവ് ആവാണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് സെറ്റിംഗ് സ്പ്രേ ആണ്.